السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي يا رسول الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, നാം ഏവർക്കും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുക എന്നുള്ളത് നാം ഏവർക്കും നിർബന്ധമാണ്. അതല്ലേ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതുപോലെ നാമും എല്ലാവരും ഹബീബായ തങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കണം. മാത്രമല്ല മുഅ്മിനീങ്ങളെ, ഒരു ദിവസം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അൻസാരിയായ സ്വഹാബിയോട് പോയി ചോദിക്കുകയാണ്, സവ്വിജ്നി ഇബ്നതക, നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ അൻസാരിയായ സ്വഹാബി പറയുകയാണ്, നഅം വ കറാമതൻ യാ റസൂലല്ലാഹ്, ആകാം നബിയേ, എനിക്കത് അഭിമാനമാണ്. വീണ്ടും ഹബീബായ തങ്ങൾ പറയുകയാണ്, ഇത് എനിക്ക് വേണ്ടിയുള്ള കെട്ടാലോചനയല്ല, പിന്നെയോ ജുലൈബീബ് എന്നുള്ള സ്വഹാബിക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ അൻസാരിയായ സ്വഹാബി പറയുകയാണ്, നബിയേ, എന്നാൽ ഞാൻ എൻ്റെ ഭാര്യയോടൊന്ന് ചോദിച്ചു പറയട്ടെ നബിയേ. അങ്ങനെ അൻസാരിയായ സ്വഹാബി തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തി ഭാര്യയോട് വിഷയങ്ങളൊക്കെ പറയുന്നു. ഹബീബായ തങ്ങൾ നമ്മുടെ മകളെ ചോദിച്ചിട്ടുണ്ട്, കൊടുക്കാമോ? അപ്പോൾ ആ ഭാര്യ പറയുകയാണ്, ഹബീബായ തങ്ങളല്ലേ ചോദിക്കുന്നത്, കൊടുത്തോളൂ, അതിൽ രണ്ട് വാക്കില്ല. എന്തേ കാരണമെന്നറിയോ? നമ്മുടെ മകൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെടാൻ പോകുന്നതല്ലേ. പിന്നെ അൻസാരിയായ സ്വഹാബി പറയുകയാണ്, ഇത് ഹബീബായ തങ്ങൾക്കുള്ള കെട്ടാലോചനയല്ല, പിന്നെയോ ജുലൈബീബ് എന്നുള്ള സ്വഹാബിക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ ഭാര്യ പറയുകയാണ്, എന്നാൽ വേണ്ട വേണ്ട, അതേ മദീനയുടെ സ്ത്രീകളൊക്കെ തമാശയായി കാണുന്ന ഒരാളല്ലേ, മദീനയുടെ സ്ത്രീകളൊക്കെ വിരൂപിയാണെന്ന് പറയുന്ന ആളല്ലേ, എന്നാൽ ഈ കെട്ടാലോചന വേണ്ട. അങ്ങനെ ഈ വിഷയങ്ങളൊക്കെ ആ അൻസാരിയായ സ്വഹാബിയുടെ മകൾ അറിയുമ്പോൾ ആ മകൾ വന്ന് ചോദിക്കുകയാണ്, ഇത് ഹബീബായ തങ്ങൾ പറഞ്ഞതാണോ? ഹബീബായ തങ്ങളുടെ കൽപ്പനയാണോ? എന്നാൽ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. എന്തേ കാരണമെന്നറിയോ? ഹബീബായ തങ്ങൾ എന്നെ നഷ്ടപ്പെടുത്തുന്ന നേതാവല്ല. അങ്ങനെ ഈ വിഷയം ഹബീബായ തങ്ങൾക്ക് എത്തിക്കുകയാണ്. ഹബീബായ തങ്ങൾ വല്ലാണ്ട് സന്തോഷിച്ചു പോകുന്നു.
ഉടനെ മുത്തുനബി തങ്ങള് ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ്. യുദ്ധമെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, അയിന ജുലൈബീബ്, എന്റെ ജുലൈബീബ് എവിടെ? എന്റെ ജുലൈബീബിനെ കാണുന്നില്ലല്ലോ. അങ്ങനെ സ്വഹാബത്തൊക്കെ ഇങ്ങനെ തിരയുകയാണ്. അവസാനമായി ജുലൈബീബ് എന്ന സ്വഹാബി വഫാത്തായിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട് എന്ന വിവരമറിയുന്നു. ഹബീബായ തങ്ങൾ സ്വന്തം കൈകൊണ്ട് തന്നെ മറമാടുകയാണ്. എന്തോ ഒരു ഭാഗ്യമല്ലേ മുഅ്മിനീങ്ങളെ കിട്ടിപ്പോയത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിൽ നാം ജീവിക്കുമ്പോൾ ഹബീബായ തങ്ങള് യഥാർത്ഥ മഹബ്ബത്ത് വെക്കുന്നവരാകണം. അല്ലാഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.